അപ്പൊ ഇങ്ങനെ ഇട്ടിരുന്ന സ്ത്രീകള് മറ്റുള്ളവരിൽ നിന്ന് നഗ്നത മറയ്ക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരാളെ സഹോദരനാക്കണമെങ്കിൽ ഈ മുല കൊടുക്കണം എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഇതിനകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ സാധിക്കും? അത് കൊടുക്കണം എന്ന് പറയുമ്പോ കുടിച്ചു കഴിഞ്ഞാൽ ആളുടെ സഹോദരനാവുള്ളൂ. അതിന് മുമ്പ് അന്യപുരുഷനാണല്ലോ. അപ്പൊ ഇത് 10 പ്രാവശ്യമായിട്ട് കുടിക്കണം പറഞ്ഞു. അപ്പൊ ഇത് കൊടുക്കാൻ നേരത്ത് ഇത് താഴേന്ന് മുതൽ വെക്കുമ്പോ ഈ പറഞ്ഞ പോലെ ഉമ്മറം കാണിച്ചിട്ടല്ലേ ഇത് കുടിപ്പിക്കുന്നത്? ഇവരാവണതിന് മുമ്പ്, സഹോദരനാവണതിന് മുമ്പ്. അപ്പൊ അതിന് തെറ്റൊന്നുമില്ല. അതൊരു സംശയമാണ്. ഇവര് ഉടുപ്പ് കണ്ടിട്ടുള്ളൊരു സംശയമാണ്. ഇത് എന്ത് ചോദ്യമാണ്? നമ്മൾക്ക് മുഖം കാണുന്നില്ലല്ലോ. മുഖം കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ. മുഖം കാണാൻ പാടില്ല, മാറ് കാണാം. അതെ, അല്ല ഞാൻ അറിഞ്ഞേക്കണ കയ്യില് പൈപ്പത്തിയും മാത്രമേ പുറത്ത് കാണിക്കാവുള്ളൂ. അല്ല, മാറും മോറും ഡാഷും എന്നാണല്ലോ നമ്മൾ പ്രാസം ഒപ്പിച്ച് ഇവര് തന്നെ പറയാറുള്ളത്. അതിനകത്ത് മോർ ഒഴിവാക്കുക, മുഖം കാണുന്നില്ലല്ലോ. അപ്പോ പടച്ച റബ്ബ് എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് ഒരു മതനിയമം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. കാരണം അവരുടെ മുഖം കാണുന്നില്ല. പാല് കുറച്ച് കുടിച്ചാൽ എന്താ, 10 പ്രാവശ്യം കുടിക്കാമല്ലോ. വയറ് നിറയണമെന്ന് നിർബന്ധവുമുണ്ട്. അതാണ് പടച്ചവന്റെ ഒരു യുക്തി. കാരണം വയറ് നിറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞ് പിന്നെയും വരാമല്ലോ. അപ്പൊ അങ്ങനെ അള്ളാഹു വളരെ ഭദ്രമായി സൂക്ഷ്മതയോടുകൂടിയാണ് ഒരു മതനിയമം ഇറക്കുന്നത്. പ്രത്യേകിച്ച് ആകാശത്തിരുന്ന് സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു മല കുറങ്ങിപ്പോയി കഴിഞ്ഞാൽ കക്ഷി താഴെ വീഴും. അതുകൊണ്ട് പേടിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നിട്ട് അള്ളാഹു ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം മുഖമക്കനകൾ മാറിലൂടെ താഴ്ത്തിയിടാൻ പറഞ്ഞപ്പോൾ ഒരു ഒറ്റ തുണിയാണ്. ഈ തുണി താഴേന്ന് പൊക്കാതെ പിന്നെ എങ്ങനെയാണ് മുലകുടി ബന്ധം സ്ഥാപിക്കുക? മുഖം കാണാതിരുന്നാ മതി. ബാക്കി എന്ത് കണ്ടാലും പിടിച്ചാലും കുടിച്ചാലും പ്രശ്നമില്ല, അത് ഹലാലാണ്. അതായത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫർദയേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് മുഖം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ശരീരത്തിലുള്ള ഏത് ഭാഗത്തേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് മോറ്. ഇപ്പോ ഗൈനക്കോളജി, എത്രയോ ഗൈനക്കോളജിസ്റ്റുകൾ നമ്മളോട് പറയാറുണ്ട്, സ്ത്രീകൾ മുഖം അടച്ചു വെച്ചിരിക്കും, അതിന്റെ താഴോട്ട് മൊത്തം പ്രസവിക്കാൻ വന്ന് കിടക്കുകയാണല്ലോ, തുറന്നു കിടക്കുകയാണ്, കുഴപ്പമില്ല. മുഖം കാണുന്നില്ലല്ലോ, അവിടെയാണല്ലോ സൂക്ഷ്മത പാലിക്കേണ്ടത്. എന്തൊക്കെ സംശയങ്ങളാണല്ലേ മനുഷ്യനല്ല. ഇവര് ഈ പറയുന്നത് കേട്ടപ്പോ നമ്മൾ ചിന്തിച്ചു, ഇതേപ്പറ്റി ഒന്നും അറിയാവുന്ന ആൾക്കാരായിരുന്നില്ല ഞങ്ങൾ. ഇവരുടെ ഈ വാദങ്ങളും മുറിവാദവും ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊന്ന് ആലോചിച്ചു. ഏത് മനുഷ്യനും സാമാന്യ ബുദ്ധിയുള്ളതെന്ന് ആലോചിച്ചുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എങ്ങനെ ശരിയാവണമെന്ന് പണ്ഡിതനല്ല സാധാരണ മനുഷ്യൻ പോലും ആലോചിച്ചു. ഇവരുടെ വാദം കേൾക്കുമ്പോൾ തിരിച്ച് ചോദിച്ചു പോകും. അതുകൊണ്ട് ചോദിച്ചതാണ്. ഇവര് പറയുന്നതിന് യാതൊരു യുക്തി ഇല്ലല്ലോ. അപ്പൊ നമ്മള് ഇന്നത്തെ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളിൽ പലർക്കും അറിയാം. ഇറാനിലെ ഹിജാബ് ധരിക്കാൻ സാധാരണക്കാരോട് പറയുന്ന ഒരു നിയമം വളരെ സൂക്ഷ്മതയോടുകൂടി ഭരണാധികാരികളുടെ കുടുംബാംഗങ്ങൾ ലംഘിക്കുകയാണ്. മഹ്സ അമിനി തട്ടം ധരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കഷ്ണം മുടി പുറത്ത് കണ്ടുപോയി. ഡിജിറ്റൽ ക്യാമറയുമായിട്ട് ഇറങ്ങിയ സദാചാര പോലീസ് ആ തലമുടി കണ്ടു. ഉടനെ തന്നെ അയാൾക്ക് ലൈംഗിക ഉദ്ധാരണമുണ്ടായി. അപ്പോ അയാള് ഈ പെണ്ണിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ആദ്യം മൂക്ക് മുറിച്ചു, പിന്നീട് തലമുടി മുറിച്ചു. വേറൊന്നും കൊച്ചിന് മുറിക്കാനില്ലാത്തത് കൊണ്ട് തൽക്കാലം ഇതൊക്കെ മുറിച്ച് അടിവയറ്റിൽ ചവിട്ടി ഫുട്ബോൾ തട്ടുന്നത് പോലെ ഇവന്മാരെല്ലാം കൂടി തട്ടി മെതിച്ച് അതിനെ അങ്ങോട്ട് കൊന്നു. പ്രാകൃതമായിട്ടുള്ള ശിക്ഷാരീതികൾ തുടരുന്ന ഒരു രാജ്യമാണ് ഇന്നും ഇറാൻ. ഇനി ഒരിക്കൽ തട്ടമിട്ടില്ല, അവർക്ക് 100 ചാട്ടവാറടി കിട്ടി. വീണ്ടും അത് ആവർത്തിച്ചാൽ 15 വർഷം വരെയാണ് തടവും പിഴയും. അത് കഠിന തടവാണ്. അപ്പൊ ഇറാനിലെ ഹിജാബ് ധരിക്കാത്തവർക്കും ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ ഇവർ ചവിട്ടിയും ഇടിച്ചും കൊന്നവരുടെ നീതിക്കു വേണ്ടി പ്രതിഷേധിക്കാൻ ഇറങ്ങിയ ആളുകൾക്കും അനുഭവിക്കേണ്ടി വന്നത് അത്രയും കഠോരമായിട്ടുള്ള പ്രാകൃത ശിക്ഷാരീതികളായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷമാണ്, അതായത് 2024 ഈ ശിക്ഷാരീതികൾ ഇറാൻ പുതുക്കുന്നത് പോലും. ഈ മതനേതാക്കളുടെ മക്കൾക്ക് ഇതൊക്കെ ലംഘിക്കാം, കുഴപ്പമില്ല. ഇത്തരം ഹിപ്പോക്രസിയാണ്
ഇന്ന് വിദേശ മാധ്യമങ്ങൾ പോലും ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം. വലിയ രൂപത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോലും ജനരോഷം ഉയർന്നു കഴിഞ്ഞു. സാധാരണക്കാർക്ക് പാലിക്കാനും ഭരണകർത്താക്കൾക്കും അവരുടെ കുടുംബത്തിനും ലംഘിക്കാനുള്ള ഒരു നിയമവുമായി ഇറാൻ ജനത അധപ്പതിക്കുന്നു എന്നാണ് ആയത്തുള്ള അലി ഖൊമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവും കമാൻഡറുമായിട്ടുള്ള അലി ഷംഖാനിയുടെ മകളുടെ വേഷമാണെന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ വിവാദ വിഷയമായിരിക്കുന്നത്. അവരുടെ പുറത്തു വന്ന ലീക്കായ വീഡിയോ, അതായത് ഇവരുടെ ഉള്ളിൽ തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധമുള്ള ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അറിഞ്ഞാൽ തല പോകുമെന്നറിയാമല്ലോ. എന്നിട്ടും അപ്പൊ ഈ വിവാഹ വീഡിയോയില് പാശ്ചാത്യ രീതിയിലുള്ള വെളുത്ത ഒരു ഓഫ് ഷോൾഡർ ഗൗണാണ് ഈ പെൺകുട്ടി ധരിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടി അപ്പിക്കുപ്പായം ധരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒന്ന് ഉറക്ക തുമ്മിയാൽ ഈ തുണി ഊരിപ്പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു തുണി ധരിച്ചിട്ടാണ് ഈ കൊച്ചു വന്നിരിക്കുന്നത്. അപ്പൊ ഇറാനിയൻ ഭരണകൂടത്തിന്റെ ഇത്തരം ഇരട്ടത്താപ്പ്, ഈ പെണ്ണ് ഈ വേഷം ധരിക്കുമ്പോഴും മഹ്സ അമിനി എന്ന് പറയുന്ന 22-കാരിയുടെ ഇത്തരം അനധികൃതമായ വധത്തിനെതിരെ പൊരുതിയ ആളുകളെ ജയിലുകളിൽ കൂട്ടിയിട്ട് തീ കൊടുക്കുകയായിരുന്നു ഈ അലി ഷംഖാനിയും അലി ഖൊമേനിയും ചെയ്തിരുന്നത്. ഇപ്പോ ഇവർക്ക് ഏതെല്ലാം രൂപത്തിലാണ് ഈ മതത്തെ പാലിക്കാനും ലംഘിക്കാനും പറ്റുന്നത് എന്നത് ഇന്ന് ചർച്ചയാണ്. വധു ചടങ്ങ് നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിക്കുന്നു. ഉച്ചത്തിലുള്ള സംഗീതം, ആർപ്പുവിളികൾ, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സംഗീത കച്ചേരിയാണ് ചുറ്റിലും കേൾക്കുന്നത്. ആ വീഡിയോയിൽ അതുണ്ട്. ടെഹ്റാനിലെ എസ്പിനാസ് പാലസ് എന്ന് പറയുന്ന ആഡംബര ഹോട്ടലിൽ ആഡംബര വിവാഹം നടക്കുന്നു. ഈ വധുവിനോടൊപ്പം ഒരുപാട് സ്ത്രീകൾ ചുറ്റിലുമുണ്ട്. അവരാരും ശിരോവസ്ത്രം ധരിച്ചിട്ടുമില്ല. അപ്പൊ ഇറാനിയൻ ഭരണകൂടം പാശ്ചാത്യ സംസ്കാരത്തെ എതിർക്കുന്നു. പ്രത്യക്ഷമായി പരോക്ഷമായിട്ട് നടപ്പിലാക്കുന്നു. ഇസ്ലാമിക ആചാരങ്ങൾ പിന്തുടരാൻ സാധാരണക്കാരനെ നിർബന്ധിക്കുന്നു. ഇവരിത് ലംഘിക്കുന്നു. ഉന്നത തലങ്ങളിൽ ഇത്തരം ഉദാരമായിട്ടുള്ള രീതികൾ നീതിയല്ല എന്ന് ഭരണചക്രത്തിനകത്ത് തന്നെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. നിർബന്ധിതമായ ഹിജാബ് പാലിക്കാത്തതിന്റെ പേരിൽ ഇറാനിൽ എത്രയോ ഷോപ്പുകൾ, 100 കണക്കിന് റെസ്റ്റോറന്റുകളും മറ്റുമൊക്കെ പൂട്ടിയിട്ടേക്കുക, നിരവധി സ്ഥാപനങ്ങൾ. അപ്പോ ഈ അലി ഖൊമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവിന് ഈ നിയമങ്ങളൊന്നും പാലിക്കണ്ടേ? ഇവർക്ക് മരിക്കണ്ടേ? സ്വർഗത്തിൽ പോകണ്ടേ? ആ പെണ്ണിന് തട്ടം വേണ്ടേ? പൊതുസ്ഥലത്ത് സദാചാര നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നേതാക്കന്മാരൊക്കെ അവനവന്റെ ജീവിതത്തിൽ ഇതാണ് ചെയ്യുന്നത്. ഇവിടെ തിരുവനന്തപുരത്തൊക്കെ പാളയത്തൊക്കെ ഇരുന്ന ഒരു ഇമാം ഉണ്ടായിരുന്നു, അബ്ദുൽ ഗഫാർ മൗലവി. അൽ മഫാസ് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയുമായി തട്ടിപ്പ് പ്രസ്ഥാനം തുടങ്ങി ഏത് ചോദ്യത്തിനും ഉത്തരം കൊടുക്കുന്ന ഇയാൾ തന്നെ ഒരു പുസ്തകം ഇറക്കി, മൻസിൽ. ഇതിനകത്ത് ഏത് സംശയത്തിനുമുള്ള ദൂരീകരണങ്ങളുണ്ട്. ഉസ്താദേ, എനിക്ക് 4 പെൺകുട്ടികളുണ്ട്, എനിക്ക് മക്കളെ കെട്ടിക്കാൻ ഒരു മാർഗവുമില്ല, ഭർത്താവ് മരിച്ചുപോയി, എന്താ ചെയ്യേണ്ടത്? ഉടനെ ശരി, 4-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വചനം 4444 തവണ ഓതിക്കോളൂ, കുട്ടിയെ കെട്ടിക്കൊണ്ടുപോയിക്കോളൂ ആൾക്കാർ. ഇതൊക്കെയാണ് ഈ വട്ടം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇയാളുടെ മകൻ സിനിമാ ഫീൽഡിലാണുള്ളത്, ഒരു സിനിമ സംവിധാനം ചെയ്തു, അതിനകത്ത് അഭിനയിച്ചു. അപ്പോൾ എന്നിട്ട് ഇയാള് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സിനിമ കാപഠ്യമാണ് മക്കളെ, ഇതാ സറൽ മുനാഫിഖ് സലാസുൻ, മുനാഫിഖ് കപടവിശ്വാസിയുടെ അടയാളങ്ങൾ 3 എണ്ണമാണ്, അതിലൊന്നാണ് മക്കളെ കളവ് പറയുക. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ കാപഠ്യം, അഭിനയം കാപഠ്യമാണ്, കളവാണ്. ഇയാളുടെ മോനെ ഉപദേശിയാക്ക് നേരെയാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോരുതെന്ന് പറയുന്നത് പോലെ അലി ഖൊമേനിയുടെ കുടുംബത്തിനകത്തു പോലും ഹിജാബ് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഭരണാധികാരി മറ്റുള്ളവരുടെ തലയിൽ ഈ മതനിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു.